ഹരിയോ, എല്ലാവർക്കും നമസ്കാരം. 6-ാം അധ്യായം ധ്യാനയോഗത്തിലേക്ക് എല്ലാവരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു. ഭഗവത്ഗീതയുടെ 6-ാം അധ്യായം ധ്യാനയോഗം. ഭഗവാൻ മുൻപ് പറയപ്പെട്ടിട്ടുള്ളതിനെയൊക്കെ ഒന്നുകൂടെ അടിവരയിട്ടുകൊണ്ട് മുന്നോട്ടേക്ക് പോവുകയാണ്. അതിലാദ്യത്തെ ശ്ലോകം തന്നെ സന്യാസത്തിൻ്റെ ലക്ഷണം. തൊട്ട് മുൻപത്തെ അധ്യായത്തിൻ്റെ പേര് തന്നെ സന്യാസയോഗം എന്നായിരുന്നു. സന്യാസിയെയും യോഗിയെയും എല്ലാം കൂടെ ചേർത്തുകൊണ്ടാണ് ഭഗവാൻ അധ്യായത്തിൻ്റെ ആരംഭം കുറിക്കുന്നത്. നമുക്ക് ആദ്യത്തെ ശ്ലോകം തന്നെ പരിചയപ്പെടാം. ശ്രീ ഭഗവാനുവാച അനാശ്രിത കർമ്മഫലം കാര്യം കർമ്മ കരോതി യഃ സസന്യാസി ച യോഗി ച ന നിരഗ്നിർന ചാക്രിയഃ. ആര് സന്യാസിയല്ല, യോഗിയല്ല എന്ന് പറയും. എന്താണ് അനാശ്രിത കർമ്മഫലം? കർമ്മഫലം അനാശ്രിത. കർമ്മഫലത്തെ ആരാണോ ആശ്രയിക്കാത്തത്? എന്തുകൊണ്ട് കർമ്മഫലത്തെ ആശ്രയിക്കുന്നില്ല? കാരണം കർമ്മഫലം കർത്താവിനെ അനുസരിച്ചിട്ടുള്ളതല്ല എന്നുള്ളത് കൊണ്ട്. ഇവൻ യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളുന്നു. നമ്മൾ മുൻ അധ്യായത്തിൽ 2-ാം അധ്യായത്തിൽ പറഞ്ഞ കർമ്മയോഗ സിദ്ധാന്തമുണ്ട്. ചതുസൂത്രി എന്നറിയപ്പെടുന്ന കർമ്മയോഗ സംബന്ധമായ 4 നിയമങ്ങൾ. അതെന്താണ്? പ്രസിദ്ധമായ ശ്ലോകം, മറന്നു പോകരുത്. കർമ്മണ്യേവാധികാരസ്തേ മാ ഫലേഷു കഥാചന മാ കർമ്മഫലഹേതുർഭൂഹു മാതേ സംഗോസ്ത്വ കർമ്മണി. ഒന്നാമത്തെ നിയമം എന്താണ്? തേ നിനക്ക് കർമ്മണി ഏവ അധികാരഃ. കർമ്മം ചെയ്യുന്നതിൽ നമുക്ക് അധികാരമുണ്ട്, അവകാശമുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്. കർമ്മണി ഏവ, കർമ്മത്തിൽ. പിന്നെയോ മാ ഫലേഷു കഥാചന, ഫലേഷു ഒരിക്കലും, ഫലേഷു ഫലത്തിൽ, കഥാചന ഒരിക്കലും നിനക്ക് എന്തില്ല? അധികാരമില്ല. അത് സ്വതന്ത്രമാണ്, കർത്താവിനെ ആശ്രയിച്ചിട്ടല്ല. അതിന് മറ്റു പല ഘടകങ്ങളും ഉണ്ട്. ഇത് നമ്മൾ വിസ്തരിച്ച് മനസ്സിലാക്കിയതാണ്. ഒന്നുകൂടെ അത് മനസ്സിലാക്കണമെങ്കിൽ 2-ാം അധ്യായത്തിലെ ഈ ഭാഗം പോയിട്ട് കാണുന്നത് നന്നായിരിക്കും. അപ്പം മാ കർമ്മഫല ഹേതുർഭൂഹു. പിന്നെ എന്താണ്? കർമ്മഫലത്തിന് നീ ഹേതു ആകരുത്. കർമ്മഫലം അനുകൂലവും പ്രതികൂലവുമാണ്. ആ അനുകൂല പ്രതികൂല പ്രതികരണങ്ങൾക്കനുസൃതമായി നീ നിന്നെ രൂപപ്പെടുത്തരുത്. അതാണ് 3-ാമത്തെ നിയമം. മാതേ സംഗോസ്ത്വ കർമ്മണി. കർമ്മം ചെയ്യാതിരിക്കുക എന്നതിൽ നിനക്ക് സംഘം ഉണ്ടാവുകയും ചെയ്യരുത്. ഇതാണ് 4 നിയമങ്ങൾ. ഈ 4 നിയമങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഇവിടെ പറയണു അനാശ്രിത കർമ്മഫലം. കർമ്മഫലം അനാശ്രിത. അപ്പം കർമ്മഫലത്തെ ആശ്രയിക്കാത്തവനായി. കർമ്മമുണ്ട്, അതിന് ഫലമുണ്ട്. അത് സ്വീകരിക്കാം, സ്വീകരിക്കാതിരിക്കാം. ജോലി ചെയ്യുന്നുണ്ട്, ശമ്പളം വേണമല്ലോ. ഈ ശമ്പളത്തിലുപരി ചെയ്യുന്ന ജോലിക്ക് നമുക്കൊരു സന്തോഷവും ഉത്സാഹവും താല്പര്യമൊക്കെ ഉണ്ടാവണം. വേണ്ടേ? വേണം. അല്ലെങ്കിൽ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിന് തന്നെ ഒരു അനാവശ്യക്കാരനായി മാറും നമ്മൾ. മറ്റേത് നമുക്ക് ആവശ്യമാണ്, വേതനം ആവശ്യമാണ്, അത് നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കാൻ വേണം. അത് നമ്മുടെ അവകാശമായിട്ടൊക്കെ തൽക്കാലം പറയാം. പക്ഷെ അത് മാത്രമല്ലല്ലോ. അപ്പോൾ അനാശ്രിത കർമ്മഫല എന്ന് പറഞ്ഞാൽ നിങ്ങൾ ശമ്പളം മേടിക്കാതിരിക്കുക എന്നല്ല. ഇങ്ങനെയൊക്കെയാണ് ഓരോരുത്തർ കരുതുക. ശമ്പളം ചോദിക്കാതെ, കൂലി ചോദിക്കാതെ ജോലി ചെയ്യണം എന്നാണോ? നിങ്ങൾ കൂലി ചോദിച്ചുകൊണ്ട് കൂലി വർധനവിനായിട്ട് സമരമൊക്കെ ചെയ്തോളൂ, ഒന്നും കുഴപ്പമില്ല. ഇത് പഠിക്കണത് എന്നാൽ കുഴപ്പം മനസ്സിലാവും. അനാശ്രിത കർമ്മഫലം എന്ന് പറഞ്ഞാൽ എന്താണ്?
അങ്ങനെ കർമ്മഫലത്തിൽ അനാശ്രിതനായി കാര്യം കർമ്മ, എന്നാൽ ചെയ്യേണ്ടതായിട്ടുള്ള കർമ്മത്തെ യഹ കരോതി, ആര് ചെയ്യുന്നു, അനാശ്രിത കർമ്മഫലം കാര്യം കർമ്മ കരോതി യഹ, യഹ യാതൊരുവനാണോ അവശ്യം ചെയ്യേണ്ടുന്ന കർമ്മങ്ങളെ, ഇത് തൻ്റെ ഉത്തരവാദിത്വങ്ങളാണെന്നറിഞ്ഞ് താൻ ചെയ്യുന്നത്. വളരെ പ്രധാനപ്പെട്ടൊരു ശ്ലോകമാണ്. അടുത്തതാണ് ഭഗവാൻ ഗംഭീരായിട്ട് പറയുന്നത്. എന്താണ്? സന്യാസി ച യോഗി ച. അവൻ ആരാണ്? സന്യാസിയാണ്, അവൻ യോഗിയുമാണ്. അപ്പൊ സന്യാസി യോഗി എന്നൊക്കെ പറയുന്നത് എന്തെങ്കിലുമൊക്കെ ഉപേക്ഷിച്ചവനാണോ? ഉപേക്ഷിച്ചവനാണ്. എന്താണ് ഉപേക്ഷിച്ചിട്ടുള്ളത്? ആ ഉപേക്ഷിച്ചത് എന്താണ് എന്ന് പുറത്തു നിന്ന് നോക്കിയാൽ ഒരാൾക്ക് കാണൂല. ബാഹ്യമായ ഉപേക്ഷയല്ല. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ബാഹ്യമായ ഇതിൻ്റെയൊക്കെ നടുക്കായിരിക്കും ആൾ. ഇത് നല്ലൊരു ഇത് എന്താ പറയുക, ഞാനെല്ലാം ഉപേക്ഷിച്ചവനാണ് എന്ന് ഇതിൻ്റെയൊക്കെ നടുക്ക് നിൽക്കുമ്പോൾ പറയാനുള്ള ഒരു ഉടായിപ്പാണല്ലോ സ്വാമി എന്ന് നിങ്ങൾക്ക് തോന്നാം. തോന്നുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ നിങ്ങൾക്കത് അറിയാത്തിടത്തോളം കാലം നിങ്ങളെ സംബന്ധിച്ച് അത് അന്യമാണ്. ഏതൊരാളെ സംബന്ധിച്ച് ആരാണോ ഇതിൻ്റെയൊക്കെ നടുക്ക് ഇരിക്കെ ഇതിനെയൊക്കെ ഉപേക്ഷിച്ചിരിക്കുന്നത്, അതൊരു കലയാണ്. അതുകൊണ്ട് അവൻ സന്യാസീച്ച യോഗീച്ച, അവൻ യോഗിയുമാണ് സന്യാസിയുമാണ്. ആര് സന്യാസിയല്ല, ആര് യോഗിയല്ല? ന നിരഗ്നിഹി നച അക്രിയഃ. നിരഗ്നി എന്ന് പറഞ്ഞാൽ അഗ്നിയെ ഉപേക്ഷിച്ചവൻ. അങ്ങനെയുണ്ട് ചില ആളുകൾ അഗ്നി ഉപേക്ഷിക്കും. അഗ്നി ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? അങ്ങനെ ഈ സന്യാസത്തിലെ സമ്പ്രദായം തന്നെയുണ്ട്. അവരോട് നിങ്ങൾ നിലവിളക്ക് കൊളുത്താൻ പറഞ്ഞാൽ അവർ നിലവിളക്കൊന്നും കൊളുത്തില്ല. ഈ നിലവിളക്ക് കൊളുത്താത്തവർ ഏതെങ്കിലും ഇതര മതത്തിലുള്ളവർ മാത്രമല്ല, ചില സന്യാസി വിഭാഗങ്ങളും വിളക്ക് കൊളുത്താറില്ല. കാരണം എന്താണ്? അഗ്നി തെളിയിക്കുക എന്നുള്ളത് കർമ്മങ്ങളുടെ നാഥനാണ്, കർമ്മത്തിൻ്റെ അധ്യക്ഷനാണ് അഗ്നി. അപ്പം കർമ്മങ്ങളെ പൂർണ്ണമായി വെടിഞ്ഞവൻ എന്ന നിലയിൽ അവരഗ്നിയെ ഉപേക്ഷിച്ചിരിക്കുന്നു. ആ നിലയിലാണ്. അപ്പോൾ ആ നിലയിൽ അഗ്നി ഉപേക്ഷിച്ച് അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാത്ത ഒരു കൂട്ടം വിഭാഗങ്ങളുണ്ട്. ഇതിൽ പല വിഭാഗങ്ങളുണ്ട്. പക്ഷെ അതിനെ എല്ലാം ഭഗവാൻ ഇവിടെ, ഗീത ഇവിടെ നിശിതമായി വിമർശിക്കുന്നു. എന്താ പറയുന്നത്? അഗ്നി ഉപേക്ഷിച്ചതുകൊണ്ട് ന നിരഗ്നിഹി നച അക്രിയഃ, കർമ്മമില്ലാത്തവൻ യോഗിയുമല്ല സന്യാസിയുമല്ല. അപ്പം നിങ്ങൾ ഈ ബാഹ്യമായ എന്തെങ്കിലും ഉപേക്ഷിക്കലാണോ സന്യാസം എന്ന് ചോദിച്ചാൽ അല്ല. ഗീത പറയുന്ന സന്യാസം നിമിഷം പ്രതി ജീവിക്കുന്നവനാണ് സന്യാസി. ഈ സംവിധാനക്രമത്തിനെതിരായി മുഖം തിരിച്ച് അതിനെ മുഴുവൻ തെറി പറഞ്ഞ് അതല്ല. അങ്ങനെയൊക്കെ ഉണ്ട് ചിലത്. ഈ ശാസ്ത്രത്തിൻ്റെ കണ്ടെത്തലുകളെയൊക്കെ തന്നെ നിശിതമായി വിമർശിക്കുന്ന ആളുകളുണ്ട്. മൈക്രോഫോണിൽ കണ്ണാടിയും വെച്ചിട്ട് എന്നിട്ട് എഴുതി വെച്ചിട്ട് ഇങ്ങനെ വായിക്കുക. ഏതിനെ വിമർശിക്കുന്നതെന്ന് വെച്ചാൽ ശാസ്ത്രത്തിന്. എങ്ങനെയുണ്ട്? തനിക്ക് കണ്ണ് കാണാത്ത ഒരു സാഹചര്യത്തിൽ നിന്ന് ആ കാഴ്ചയെ മര്യാദയ്ക്ക് കാണാൻ പാകത്തിന് രൂപപ്പെടുത്തിയെടുത്ത കണ്ണാടി അതിട്ടുകൊണ്ട് ഉച്ചത്തിൽ വിളിച്ചു പറയുക. തൻ്റെ ശബ്ദം കേൾക്കുന്ന ദൂരത്തിന് പരിധിയുണ്ട്. ആ പരിധിയെ ലംഘിക്കുന്ന ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ മൈക്രോഫോൺ ഉപയോഗിച്ച് മൂപ്പര് സയൻസിനെ തെറി പറയാം. എങ്ങനെയുണ്ട്? ഈ അന്ധമായ ഇത്തരം കാര്യങ്ങൾ നമുക്ക് എല്ലാറ്റിലും കാണാൻ സാധിക്കും. യുക്തിവാദികളുടെ സമ്മേളനം പോലെ ആദ്യത്തെ സമ്മേളനത്തിൻ്റെ പ്രാരംഭ നടപടി ഈശ്വര പ്രാർത്ഥനയാണ്. ഈശ്വരൻ ഇല്ല എന്നും പറഞ്ഞിട്ട് എന്നതുപോലെയാണ്.
രണ്ട് കൂട്ടരിലും ഉണ്ട് ഇങ്ങനെ കുറേ കുഴപ്പക്കാർ. അപ്പം ഇവിടെ ഗീത അതാണ് നമുക്കൊരു വ്യക്തത തരുന്നു. നിങ്ങൾ ബാഹ്യമായ അഗ്നി ഉപേക്ഷിച്ചത് കൊണ്ടോ, ഭാര്യയെ ഉപേക്ഷിച്ചത് കൊണ്ടോ, കുട്ടികളെ ഉപേക്ഷിച്ചത് കൊണ്ടോ, വേറെ എന്തെങ്കിലും ഉപേക്ഷിച്ചത് കൊണ്ട് നേടാവുന്ന, എത്തിച്ചേരാവുന്ന ഒന്നല്ല യോഗിയുടെ അവസ്ഥ അല്ലെങ്കിൽ സന്യാസിയുടെ അവസ്ഥ. പിന്നെ എന്താണ് ഇവിടെ ഭഗവാൻ തുടർന്ന് പറയാം? യം സന്യാസമിതി പ്രാഹുഹു യോഗം തം വിദ്ധി പാണ്ഡവ നഹ്യസന്യസ്ത സങ്കൽപഃ യോഗി ഭവതി കശ്ചന. ഹേ പാണ്ഡവ, ഭഗവാന്റെ ഈ വിളിക്ക് തന്നെ വളരെ പ്രാധാന്യമുണ്ട്. അല്ലയോ മോനെ പാണ്ഡുവിൻ്റെ പുത്ര, ഒറിജിനൽ അച്ഛൻ ഇന്ദ്രനാണെങ്കിലും പക്ഷെ സർട്ടിഫിക്കറ്റിലും ലോകം അറിയപ്പെടുന്നത് ആരാണ്? പാണ്ഡുവിൻ്റെ മകൻ എന്നാണ്. അതങ്ങനെയാണ് മഹാഭാരത കാലത്തെ നിയമം. അങ്ങനെ ഒരു നിയമത്തിൻ്റെ സാധ്യതയൊക്കെ പറഞ്ഞപ്പോഴാണ്, കുന്തി അങ്ങനെ പറഞ്ഞപ്പോഴാണ് പാണ്ഡുവിന് എന്നാൽ അങ്ങനെ ആവാം എന്നുള്ള കാര്യങ്ങളൊക്കെ തീരുമാനമായത്. എന്താണ്? പുത്രോത്പാദനം ചെയ്യുന്നത് ആരോ ആകട്ടെ, അവർക്കല്ല പിതാവിൻ്റെ സ്ഥാനം. പിന്നെയോ ആരുടെ ഭാര്യയാണ്? അവരുടെയാണ് മകൻ. അതിന് ദൃഷ്ടാന്തമായിട്ട്, ഉദാഹരണമായിട്ട് പറഞ്ഞത്, കൃഷിഭൂമി ആരുടെ ഉടമസ്ഥതയിലുള്ളതാ? അവിടെ ഇറക്കുന്ന വിത്ത്, ആ വിള എടുക്കാൻ അവകാശി ആരാണ്? ആ ഭൂ ഉടമയാണ്. അതുപോലെയാണ് ആരുടെ ഭാര്യയാണ്, ആരാണ് അവരുടെ ഭർത്താവ്? സന്തതി ആരുടേതോ ആകട്ടെ, പക്ഷെ ഭർത്താവിൻ്റേതാണ്, അവർക്കാണ് അതിന് അവകാശം. അപ്പോൾ പാണ്ഡുപുത്ര എന്ന് വിളിക്കുന്നത് ഇവിടെ ഭഗവാൻ പാണ്ഡുവിൻ്റെ മകനെ, പാണ്ഡവ. എന്തിനാ ഇവിടെ ഇങ്ങനെ പറഞ്ഞത്? ഓരോ വിളിക്കും, ഓരോ സന്ദർഭത്തിൽ ഓരോ വിളിക്കും ഓരോ അർത്ഥമുണ്ട്. നിന്റെ അച്ഛൻ പാണ്ഡു സന്യസിക്കാനായി കാട്ടിൽ പോയി. എന്ത് സംഭവിച്ചു? രാജ്യവും സ്വത്തുവകകളെയും എല്ലാം ഉപേക്ഷിച്ചു പാണ്ഡു. പക്ഷെ എന്തിനെ ഉപേക്ഷിച്ചില്ല? കാമനയെ ഉപേക്ഷിച്ചില്ല. അപ്പം ആ കാമന ഹേതുവായി തന്നെ പാണ്ഡു മരണമടയുന്നു. അങ്ങനെ ബാഹ്യമായ ഉപേക്ഷിക്കൽ, സങ്കല്പത്തെ ഉപേക്ഷിക്കാത്ത ഒരുവൻ സന്യാസിയും യോഗിയും ആവില്ല അർജുന. അതുകൊണ്ട് ഹേ അർജുന, പാണ്ഡുപുത്ര, യം സന്യാസം ഇതി പ്രാഹു, യം സന്യാസം ഇതി പ്രാഹു, യം യാതൊന്നിനെയാണോ സന്യാസം ഇതി, സന്യാസം എന്ന് പറയപ്പെടുന്നത്. ഗീത പറയുന്ന സന്യാസം വീണ്ടും വീണ്ടും നമ്മൾ ഓർമ്മിപ്പിക്കട്ടെ. കാഷായ വസ്ത്രവും എന്തെങ്കിലും ചിഹ്നങ്ങളും അതുമായി ബന്ധപ്പെട്ട നാമങ്ങൾ, ആശ്രമങ്ങൾ, ദശനാമി, ഇതൊന്നും ഗീതയുടെ സന്യാസത്തിൽ വരുന്നതല്ല. ഗീതയുടെ സന്യാസം നമുക്കെല്ലാവർക്കും അവകാശപ്പെട്ട നമ്മുടെ ലക്ഷ്യമാണ്. അതാണ് ഈ ധർമ്മശാസ്ത്രത്തിൽ നമ്മുടെ ചതുരാശ്രമങ്ങൾ, 4 ആശ്രമങ്ങൾ നമുക്കുണ്ട്. വർണ്ണാശ്രമങ്ങൾ എന്ന് പറയും. അതെന്താണ്? ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം. നമ്മുടെ 4 ഘട്ടങ്ങളാണ് ജീവിതത്തിൻ്റെ. ബ്രഹ്മചര്യം എന്ന് പറയുന്നത് എന്താണ്? ബ്രഹ്മമാർഗത്തിൽ ചരിക്കുന്ന, സത്യത്തെ അറിയാനുള്ള നമ്മുടെ പഠന കാലയളവാണ് ബ്രഹ്മചാരി എന്നൊക്കെ പറയുന്നു. പിന്നെ അത് കഴിഞ്ഞ് അതാണ് ആശ്രമത്തിലെ ആദ്യത്തേത്, ബ്രഹ്മചര്യാശ്രമം. രണ്ടാമത്തേതാണ് ഗൃഹസ്ഥാശ്രമം എന്ന് പറയുന്നത്. പഠിച്ച വിദ്യകളൊക്കെ പ്രാവർത്തികമാക്കി അതിൻ്റെ പ്രാക്ടിക്കലായിട്ടുള്ള ഒരു കുടുംബത്തെ കൂടെ ഒരു കുടുംബജീവിതം ആരംഭിക്കുന്നത്. ബ്രഹ്മചര്യം പരിസമാപ്യ ഗൃഹീ ഭവേത്.
ബ്രഹ്മചര്യത്തെയൊക്കെ പരിസമാപിപ്പിച്ച് ഗൃഹത്തിലേക്ക് പ്രവേശിക്കണം. അപ്പോൾ ഇവന് 24 വയസ്സായിട്ടുണ്ടാവും. 12 വയസ്സിൽ ഇവൻ പോവും. പിന്നെ 12 വർഷം അത് കഴിഞ്ഞ് തിരിച്ചു വരും. അങ്ങനെ അവന് കുട്ടിയായി, അതിനെ പഠിക്കാൻ വിട്ട് അവൻ തിരിച്ചു വരുമ്പോൾ ഇവന് കട്ടിലൊഴിഞ്ഞു കൊടുക്കണ്ടേ, അടുത്തതിലേക്ക് കടക്കണം. അപ്പം ബ്രഹ്മചര്യം പരിസമാപ്യ ഗൃഹീ ഭവേത് ഗൃഹീ ഭൂത്വ വനീ ഭവേത്. പിന്നെ വനത്തിലേക്ക് പ്രവേശിക്കണം. പണ്ടുപോയതുപോലെയാണോ പോകേണ്ടത്? അക്ഷരാർത്ഥത്തിൽ വനത്തിലേക്ക് പോയാൽ ഫോറസ്റ്റുകാർ പിടിക്കും, നക്സലൈറ്റ് ആണെന്നൊക്കെ കരുതി നിങ്ങളുടെ ജീവിതം ആരോ പറഞ്ഞതുപോലെ കോഞ്ഞാട്ടയാവും. അത് വേണ്ട. വനം എന്നിവിടെ പറയുന്നത് പണ്ട് പറഞ്ഞതുപോലെ കാലത്തിനനുസരിച്ച് കാര്യങ്ങളെ ഗ്രഹിക്കണം. എന്താണ്? വിടുതൽ, റിട്ടയർമെൻ്റാണ്. അധികം പലതിലും അള്ളിപ്പിടിക്കാതെ ഉത്തരവാദിത്തങ്ങളൊക്കെ കൈമാറി, ഇത് പുതിയ പുതിയ അമ്പലത്തിൻ്റെ പ്രസിഡന്റ്, കരയോഗത്തിൻ്റെ പ്രസിഡന്റ്, ആ പ്രസിഡന്റ്, ഈ പ്രസിഡന്റ്, എന്നോട് ചോദിക്കാതെ ഇവിടെ ആര് കാര്യങ്ങൾ നടത്തി എന്ന് പറയുന്ന വീണ്ടും വീണ്ടും ഒട്ടലുകൾ ഉണ്ടാക്കാതെ സാവകാശം അതിൽ നിന്നൊക്കെ വിരമിക്കുക. ബന്ധങ്ങളിൽ നിന്നൊക്കെ വിരമിക്കുന്ന അതിൻ്റെ പ്രാക്ടീസാണ് വാനപ്രസ്ഥം എന്ന് പറയുന്ന ആശ്രമം. 4-മത്തേത് എന്താണ്? സന്യാസാശ്രമമാണ്. അപ്പോൾ നിങ്ങൾ കാവ്യെടുത്ത് എന്തെങ്കിലും പേരിടുക എന്നുള്ളതാണോ? അല്ല, സമ്പൂർണമായ വിടുതലാണ്. അപ്പോൾ ഒരു മനുഷ്യൻ്റെ ജീവിതചക്രം പൂർത്തീകരിക്കപ്പെടുന്നത് സന്യാസത്തിലാണ്. അങ്ങനെ ഈ വേദത്തിൻ്റെ 4 ഭാഗങ്ങളെ മനുഷ്യൻ്റെ ജീവിതവുമായി ബന്ധിപ്പിച്ചു പൂർവന്മാരായ ആചാര്യന്മാർ. അതുകൊണ്ടാണ് ഈ വേദത്തിന് 4 ഭാഗങ്ങളെ സൃഷ്ടിച്ചത്. ഇത് മനുഷ്യ ജീവിതവുമായി ബന്ധിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. എന്തൊക്കെയാണ് ആ 4 ഭാഗങ്ങൾ? മന്ത്രം അഥവാ സംഹിത എന്ന് പറയും. മന്ത്രം എന്ന് പറഞ്ഞാൽ മനനം ചെയ്യപ്പെടേണ്ടുന്നത്. ആ മനനത്തിലൂടെ നമ്മളെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്നു. മനനാത്രായതേതി മന്ത്രഃ എന്ന് പറയും. സംഹിത, സന്ധാനം ചെയ്യപ്പെട്ടത്, കൂട്ടി യോജിപ്പിച്ചത്. അപ്പോൾ വേദത്തിൽ മന്ത്രഭാഗങ്ങളായി ഈ പുരുഷസൂക്തം മുതലായിട്ടുള്ള പ്രകൃതിയെ പ്രകീർത്തിക്കുന്ന പല മന്ത്രങ്ങളുമുണ്ട്. ഇതെല്ലാം തന്നെ സ്വായത്തമാക്കുന്ന, വേദം മുഴുവൻ അധ്യയനം ചെയ്യണം, പഠിക്കണം. പക്ഷെ അതിൽ വ്യാപരിക്കേണ്ടുന്ന, അതാണ് ആ പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരേണ്ടുന്നത്. അതുകൊണ്ട് അവന് ഒഴിച്ചുകൂടാൻ പാടില്ലാത്ത ചില കർമ്മങ്ങളുണ്ട്. സന്ധ്യാവന്ദനാദികളുണ്ട്, അഗ്നിചയനമുണ്ട്. അപ്പം ഇതെല്ലാം അവനെ എപ്പോഴും അതിൽ ഊട്ടി ഉറപ്പിച്ച് നിർത്തുന്നതാണ്. അത് കഴിഞ്ഞാൽ വേദത്തിൻ്റെ അടുത്ത ഭാഗം എന്ന് പറയുന്നത് എന്താ? ബ്രാഹ്മണം എന്ന് പറയുന്നതാണ്. അതിന് ഈ ബ്രാഹ്മണനുമായിട്ട് ബന്ധമൊന്നുമില്ല. അതെല്ലാം കർമാനുഷ്ഠാന പദ്ധതികളാണ്. ഈ കർമാനുഷ്ഠാന പദ്ധതികളൊക്കെ ഗൃഹസ്ഥാശ്രമിയെ സംബന്ധിച്ച് പ്രധാനപ്പെട്ടതാണ്. ഈ 2 ഭാഗങ്ങളെയും കൂടിയാണ് വേദത്തിൻ്റെ ആദ്യ ഭാഗം എന്ന് പറയുന്ന കർമ്മകാണ്ഡം എന്ന് പറയുന്നത്. പ്രവൃത്തി മാർഗം എന്നും പറയും. വേദത്തിൻ്റെ 2-ാം ഭാഗം, പ്രഥമമായിട്ടുള്ള 2-ാം ഭാഗം എന്ന് പറഞ്ഞാൽ 1ഉം 2ഉം കഴിഞ്ഞാലുള്ള 3-ാമത്തെ ഭാഗം മുതൽ 3ഉം 4നെയും കൂടെ ചേർത്തിട്ട് 2-ാം ഭാഗം എന്ന് പറഞ്ഞാൽ അത് ജ്ഞാനകാണ്ഡമാണ്, അത് നിവൃത്തി മാർഗമാണ്. ആദ്യത്തേത് പ്രവൃത്തിയാണെങ്കിൽ 2-ാമത്തേത് നിവൃത്തി. അപ്പം അതിൽ 3-ാമത്തേത് എന്താണ്? ആരണ്യകം എന്ന് പറയും. വേദത്തിൻ്റെ ആരണ്യകം എന്ന് പറയുന്ന ഭാഗം അത് ഇതാണ്. നിവൃത്തിയെ സൂചിപ്പിക്കുന്നതാണ്. വിടുതലിൻ്റെ പ്രായോഗിക തലങ്ങളെ പരിചയപ്പെടുത്തുന്നതാണ്. 4-ാമത്തേത് എന്ന് പറയുന്നത് വേദത്തിൻ്റെ എന്താ? വേദത്തിൻ്റെ സമസ്ത താത്പര്യങ്ങളെ ഉൾക്കൊള്ളുന്ന വേദാന്തം എന്നറിയപ്പെടുന്ന ഉപനിഷത്ത്. അപ്പം അത് ഉപനിഷത്ത് എല്ലാം വേദത്തിൻ്റെ അവസാനമാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല. ഇപ്പോൾ
കൃഷ്ണയജുർവേദ സംഹിതയിൽ വരുന്ന ഉപനിഷത്താണ് ഈശാവാസ്യം. അപ്പോൾ ഉപനിഷത്തുകൾ പലയിടത്തും ഉണ്ടാവും, പക്ഷെ അതിൻ്റെ താല്പര്യം ഇന്നതാണ്. സംഹിതയിൽ വരുന്നതുകൊണ്ട് തന്നെ കർമ്മത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഈശാവാസ്യം പറയുന്നുണ്ട്. കർമാണി കുർവന്നേവ ജിജീവിഷേത് ശതം സമാഹ. കർമ്മങ്ങളെ ചെയ്തുകൊണ്ട് തന്നെ 100 വർഷം ജീവിക്കാൻ തീരുമാനിക്കണം. അതല്ലാതെ നിനക്ക് വേറെ വഴിയൊന്നുമില്ല എന്ന് പറയും. ശരിയാണ്. അപ്പോൾ ഉപനിഷത്ത് വേദത്തിൻ്റെ സമസ്ത താത്പര്യങ്ങളെ, അതുകൊണ്ട് അതിന് വേദാന്തം എന്ന് പറയും. അപ്പോൾ ആ ഉപനിഷത്തിൻ്റെ ജീവിതം, ഉപനിഷത്ത് എന്താണ് ഉദ്ഘോഷിക്കുന്നത്, നമ്മുടെ മുന്നിലേക്ക് വെക്കുന്ന ആ സ്വാതന്ത്ര്യം എന്താ, അത് അനുഭവിക്കാതെ ഇവിടുന്ന് ഈ ലോകം വിട്ടു പോകരുത്. അപ്പോൾ സന്യാസിയായിട്ട് വേണം ഇവിടുന്ന് നമ്മൾ എന്ത് ചെയ്യാൻ, ഇവിടുന്ന് വിട്ടുപോകാൻ. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഇങ്ങനെ അപ്പോൾ ചെറുപ്രായത്തിൽ തന്നെ സന്യസിക്കുന്നുണ്ടല്ലോ, ആകാം. ആരിതിന് യോഗ്യനാണ് എന്ന് സ്വയം തീരുമാനം വന്നു കഴിഞ്ഞാൽ പിന്നെ അതിൽ ചരിക്കാം. ഈ പറഞ്ഞ വിവാഹ ജീവിതം ഇത്യാദി കാര്യങ്ങളൊന്നും വേണ്ട എന്നൊരാൾക്ക് തോന്നുന്നുവെങ്കിൽ അങ്ങനെ കഴിയാം. അപ്പോൾ ഈ 4 ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം, അതുപോലെ മന്ത്രം അഥവാ സംഹിത, ബ്രാഹ്മണം, ആരണ്യകം, ഉപനിഷത്ത്. അപ്പം ഈ മന്ത്രം അഥവാ സംഹിത, മന്ത്രത്തെ അല്ലെങ്കിൽ സംഹിത എന്ന് പറയും. അതും ബ്രാഹ്മണവും ചേരുന്ന ആദ്യ ഭാഗത്തെയാണ് കർമ്മകാണ്ഡം എന്ന് പറഞ്ഞത്, പ്രവൃത്തി മാർഗം എന്ന് പറഞ്ഞത്. രണ്ടാം ഭാഗത്തെ ആരണ്യകവും ഉപനിഷത്തും ചേർന്നതിനെയാണ് ജ്ഞാനകാണ്ഡം, നിവൃത്തി മാർഗം എന്ന് പറഞ്ഞത്. ഇങ്ങനെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പ്രവൃത്തി മാർഗവും നിവൃത്തി മാർഗവും ഉണ്ട്. അത് ഒരു മനസ്സ് എപ്പോൾ അതിന് പാകമാകുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഞെക്കിപ്പഴിപ്പിക്കുന്ന പരിപാടിയൊന്നും ഇവിടെ ഇല്ല. അപ്പം യം സന്യാസമിതി പ്രാഹു. അർജുന, ഏതൊന്നിനെയാണ് സന്യാസം എന്ന് പറയുന്നത്? അതിനെ തന്നെ യം സന്യാസമിതി പ്രാഹു, യാതൊന്നിനെയാണോ സന്യാസം എന്ന് പറയുന്നത്, തം യോഗം വിദ്ധി, അതിനെ തന്നെ യോഗം എന്നറിഞ്ഞാലും. രണ്ടും രണ്ടല്ല മോനെ. നമ്മളെ സംബന്ധിച്ച് രണ്ടും രണ്ടാണ്. ആരാ ഇത് പറയുന്നത്? മുമ്പ് തന്നെ പറഞ്ഞു, ബാലാഹ പ്രവദന്തി, അവിവേകികൾ പറയുന്നു. പണ്ഡിതന്മാർ അറിഞ്ഞവരങ്ങനെ പറയില്ല. അപ്പം സന്യാസം തന്നെ യോഗം. ആരാ പറയുന്നത്? കൃഷ്ണസ്വാമിയാണ് പറയുന്നത്. ഗീത 6-ാം അധ്യായത്തിൽ ധ്യാനയോഗത്തിൽ 2-ാമത്തെ ശ്ലോകം കൊണ്ട് ഭഗവാൻ പറയുന്നു, യം സന്യാസമിതി പ്രാഹു യോഗം തം വിദ്ധി പാണ്ഡവ. ഹേ പാണ്ഡവ, നിന്റെ അച്ഛന് പറ്റിയതുപോലെ നിനക്ക് പറ്റരുത്. കേവലം ബാഹ്യമായി ഉപേക്ഷിച്ച് എവിടെയെങ്കിലും ഇരുന്നത് കൊണ്ട് കാര്യം നടക്കില്ല മോനെ. എന്തെന്നാൽ ഭഗവാൻ പറയണം, നഹ്യ സന്യസ്ത സങ്കൽപ്പ യോഗി ഭവതി കശ്ചന. അസന്യസ്ത സങ്കൽപ്പ, സങ്കൽപ്പങ്ങളെ ന്യസിക്കാതെ, ഉപേക്ഷിക്കാതെ. സങ്കൽപ്പങ്ങളെ ഉപേക്ഷിക്കുക എന്നത് ഭയങ്കര മെനക്കെട്ട പരിപാടിയാണ്. അത് ഓരോരുത്തരിലും നിക്ഷിപ്തമാണ്. ബാഹ്യമായി ഒരാൾക്ക് അതിൽ ഇടപെടുന്നതിനൊക്കെ കണക്കുണ്ട്. ഈ ഉപേക്ഷിക്കലിനെയാണ് വൈരാഗ്യം എന്ന് പറയുക. അല്ല വെറുപ്പ്, വിദ്വേഷം എന്നുള്ള മലയാളത്തിലെ വൈരാഗ്യമല്ല. എന്താ വൈരാഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? വിഗതഃ രാഗ, പോയിട്ടുള്ള രാഗം. ഏതിനോട്? അനിത്യമായ വസ്തുക്കളോട്. പിന്നെ വിശേഷേണ രാഗ, നല്ലവണ്ണം രാഗം. ഏതിനോട്? നിത്യമായതിനോട്. അവ അനിത്യമായതിനെ തള്ളി നിത്യമായതിനെ കൊള്ളൽ.
ഇതാണ് വൈരാഗ്യം. ആ വൈരാഗ്യത്തെയാണ് ഇവിടെ പറയുന്നത് അസന്യസ്ത സങ്കല്പ. സങ്കല്പങ്ങളെ ത്യജിക്കാത്തവന്, വൈരാഗ്യമില്ലാത്തവന്. അപ്പം ഇവിടെ ഭഗവാൻ ഈ അധ്യായത്തിൽ ധ്യാനത്തിന് മുന്നോടിയായി നമുക്ക് വേണ്ടുന്ന ഈ പറയുന്ന ധ്യാനത്തിൻ്റെ ഒരു പരമകാഷ്ഠയെ, അതിൻ്റെ ആത്യന്തികമായ ഫലസിദ്ധിക്ക് ശ്രമിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഇത് അനിവാര്യമാണ്. സൈക്കിൾ പഠിക്കുന്നത് പോലെയാണ്. നിങ്ങളിത് അഭ്യസിച്ച് കഴിഞ്ഞാൽ, പരിശീലിച്ച് ഇതിൻ്റെ ഇത് പിടി കിട്ടിയാൽ പിന്നെ പത്മപത്രം ഇവ അംബസ, താമര ഇതളിലെ വെള്ളത്തുള്ളി പോലെയാണ് ഏത് സാധനം. അതൊന്നും നിങ്ങളെ മതിക്കാൻ പോകുന്നതായിരിക്കില്ല. ഇതിൻ്റെയൊക്കെ നടുവ് കൂടെ നിങ്ങൾക്ക് പോവാം. അത് കണ്ട് അതിനെ പേടിച്ചോടേണ്ട കാര്യമില്ല. ഓടിയാൽ എത്ര പറ്റ ഓടും, എവിടേക്ക് ഓടും. അതാണ് ഇവിടുത്തെ ഒരു സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. നിങ്ങൾ ഉപവാസം എടുത്തിരിക്കുന്ന ഭക്ഷണം ഉപേക്ഷിച്ച ഒരാളാണെങ്കിൽ വേറൊരുത്തൻ നിങ്ങളുടെ മുന്നിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നതിന് അയാളോട് ഈർഷ്യൊന്നും തോന്നേണ്ട കാര്യമില്ല. കാരണം നിങ്ങൾ മനസ്സിൽ നിന്നേ അത് ഉപേക്ഷിച്ചിട്ടുണ്ട്. മുമ്പ് പറയപ്പെട്ടിട്ടുള്ളതാണ്. ഭക്ഷണം കിട്ടാത്തവൻ്റെ ഭക്ഷണം ഉപേക്ഷിക്കലല്ല, കാരണം അവന് ഓപ്ഷൻ ഇല്ല, കിട്ടാനില്ല. ഭക്ഷണം വേണ്ടായിട്ട് വേണ്ടാന്ന് വെച്ചവനാ. ഉണ്ടായിട്ട് വേണ്ട എന്ന് വയ്ക്കുന്നതും ഇല്ലാത്തവൻ വേണ്ടാന്ന് വയ്ക്കുന്നതും രണ്ടും രണ്ടാണ്. ഈ പ്രമേഹ രോഗി പഞ്ചസാര ഉപേക്ഷിക്കുന്നതും പ്രമേഹം ഒന്നുമില്ലാത്തവന് ഇത് വേണ്ട എന്ന് പറയുന്നതും രണ്ടും രണ്ടാണ്. വേണ്ട. മറ്റേത് അങ്ങനെയല്ല. അയ്യോ എനിക്കത് പറ്റൂല, ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്, ഞാൻ കഴിച്ചാൽ എനിക്ക് പ്രശ്നം, പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്താണ് അസന്യസ്ത സങ്കല്പ. ഇത് നേരാവണ്ണം ഉപേക്ഷിക്കാത്തവന്, നിന്റെ അച്ഛനെ പോലെ ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ, ബാഹ്യമായത് കേവലം ഉപേക്ഷിച്ചതുകൊണ്ട് യോഗി ന ഭവതി, യോഗിയാവാൻ പോകുന്നില്ല, സന്യാസിയാകാനും പോകുന്നില്ല. ന സന്യാസി ന ഭവതി ന യോഗി ന ഭവതി. അവൻ സന്യാസിയോ യോഗിയോ ആവുന്നില്ല. അപ്പം സന്യാസവും യോഗിയും എന്ന് പറയുന്നത് എന്താണ്? ഈ പരിവർത്തനം എന്ന് പറയുന്നത് തികച്ചും ആന്തരികമാണ്, ബാഹ്യമേ അല്ല. ഇതിനെയാണ് ഭഗവത് പാദർ നതു വസ്ത്രം നതു മുണ്ടനം ജ്ഞാനം സന്യാസ ലക്ഷണം. സന്യാസത്തിൻ്റെ ലക്ഷണം പറയുന്ന സമയത്ത് തല മൊട്ടയടിച്ചതുകൊണ്ടോ എന്തെങ്കിലും പേരിട്ടതുകൊണ്ടോ ഈ പറഞ്ഞ അഗ്നി ഉപേക്ഷിച്ചതുകൊണ്ടോ, ഇനി അഗ്നി നെറ്റി കൂടെ ഇത് എന്താ പറയുക, തീ കത്തിച്ച് ഈ ഗ്യാസിൽ ഇങ്ങനെ പുറത്ത് വിട്ട് അഗ്നി ഉണ്ടാക്കിയത് കൊണ്ടോ സന്യാസിയാവില്ല. കഴുത്തിൽ പാമ്പിനിട്ടതുകൊണ്ടും ഇടാത്തതുകൊണ്ടും, രുദ്രാക്ഷ ഇട്ടതുകൊണ്ടോ ഉപേക്ഷിച്ചതുകൊണ്ടോ ബാഹ്യമായ ഉപേക്ഷകളും സ്വീകരണവും ഒന്നും തന്നെ സന്യാസത്തെയും യോഗത്തെയും സംബന്ധിക്കുന്നതല്ല. സാന്നിധ്യമോ അസാന്നിധ്യമോ ഒരു സന്യാസിയുടെയോ യോഗിയുടെയോ ജീവിതത്തിൽ നിഷ്ഠയിൽ ഒരിളക്കവും ഉണ്ടാക്കാവുന്നതല്ല. അതാണ് ഈ വ്യാധഗീതയുടെ ഇറച്ചി വെട്ടുമ്പോഴാണ് അവനോട് തത്വം പറഞ്ഞു കൊടുക്കുന്നത്. ഈ യോഗം അഭ്യസിച്ചവൻ, സന്യാസം അഭ്യസിച്ചവൻ നാളെ ഷാപ്പിൽ ആളുകൾക്ക് അളന്നു കൊടുക്കാൻ പോയാലും അവനെ സംബന്ധിച്ച് ഇവന്മാർ കുടിച്ച് കൂത്താടുന്നതൊന്നും കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ഇത്തിരി അടിക്കണം എന്നൊന്നും തോന്നില്ല. ഇതാണ് നമ്മൾ സാധാരണ നിത്യജീവിതത്തിൽ നമ്മളിത് ആർജിക്കേണ്ടതല്ലേ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും. നമ്മൾ ഇന്ന് പറയുന്ന എന്തൊക്കെ നമ്മുടെ നാട്ടിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഉടനെ നമ്മൾ പറയുന്നത് എന്താണെന്നറിയോ? സാഹചര്യമാണ് ഇവനെ ഇങ്ങനെയാക്കിയത്, സാഹചര്യം ഒരുവനെ കള്ളനാക്കി, സാഹചര്യം ഒരുവനെ അങ്ങനെയാക്കി. കുട്ടികൾ ഇങ്ങനെ പറയാൻ പ്രേരിപ്പിക്കുന്നത് സിനിമയാണ്, സിനിമയിൽ ഇങ്ങനെയുള്ള ക്രൈമുകളുണ്ട്, അത് കണ്ട് കുട്ടികൾ അതിനെ സ്വാധീനിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഭാഗവതം വായിക്കുന്ന എല്ലാവരും അമ്മാവനെ കൊല്ലണ്ടേ?
കാരണം ഭാഗവതം സ്വാധീനിച്ചാൽ പിന്നെ അമ്മാവനെ തട്ടാമെന്നാണ്. അങ്ങനെയാണല്ലോ ഭാഗവതം മുഴുവൻ കേട്ടിട്ട് നിനക്ക് എന്തു തോന്നി എന്ന് പറഞ്ഞപ്പോൾ മരുമോൻ അമ്മാവനോട് തന്നെ പറയാണ്, എനിക്കിപ്പോൾ ഒന്ന് തോന്നി, അമ്മാവനെ തട്ടിയാലും കുഴപ്പമില്ല. ഈ വിശുദ്ധ ഗ്രന്ഥങ്ങളെല്ലാം തന്നെ ഏത് മതത്തിൻ്റെതാകട്ടെ അതിൽ നിന്നൊക്കെ പലതും ഉൾക്കൊണ്ടു കഴിഞ്ഞാൽ ഏടാകൂടങ്ങളുണ്ടാവും. അതൊന്നും പ്രാവർത്തികമാക്കാൻ പറ്റുന്നതല്ല. ഏത് ഗ്രന്ഥങ്ങളും ഏതും എടുത്തോളൂ, നിങ്ങൾ ഏതിലുണ്ട്. നിങ്ങളത് എഴുതിയപടി പ്രാവർത്തികമാക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ അത് കലാപത്തിനുള്ളതാണ്. എന്നാൽ അതിൻ്റെ അന്തരാർത്ഥം വായിക്കുകയാണെങ്കിലോ അതിൻ്റെ തലം വേറെയാണ്. ഇതിനൊരു ആത്മീയ തലമുണ്ട്. ആ ആത്മീയ തലത്തിലാണ് നമുക്കിതിൻ്റെയൊക്കെ ഏകത്വം തിരിച്ചറിയാൻ പറ്റുക. അവിടെയാണ് ശ്രീനാരായണ ഗുരുവിനെ പോലുള്ളവരും വിവേകാനന്ദ സ്വാമികളും ഒക്കെ പറയുന്നത് പല മതസാരവും ഏകം എന്ന് പറയുന്നത് അവിടെ അങ്ങനെ കാണാൻ പറ്റുള്ളൂ. അത് പുറമേയുള്ള വായനയിൽ നിന്നല്ല, അകത്തുകൂടെ അതിൻ്റെ ഇന്നർ ലെയർ ഉണ്ട്. അകമേ ഒരു നദി ഒഴുകുന്നുണ്ട്. ജനമേജയനോട് പറഞ്ഞ പോലെ, ജനമേജയ, ഈ പാമ്പിനെ കൊന്നു കൂട്ടുന്നതുണ്ടല്ലോ, ഇതൊക്കെ വൃഥാവിലാണ്. ഈ കൊല്ലൽ എവിടെ ചെന്ന് അവസാനിക്കും? അതുകൊണ്ട് ഇതിനൊക്കെ എന്തുണ്ട്? തത്വചിന്തയുണ്ട്. അപ്പം ഇവിടെയും ബാഹ്യമായിട്ടല്ല ഇത് ചെയ്യേണ്ടത്, ഇങ്ങനെയാണ് ആന്തരികമായിട്ടാണ്. അതുകൊണ്ടാണ് ഭഗവാൻ ജനകനെ ഉദാഹരിച്ചത്. എന്തുകൊണ്ടാണ്? ജനകൻ ബാഹ്യമായി ഉപേക്ഷിച്ചിട്ടില്ല, കൊട്ടാരമോ രാജ്യമോ ഒന്നും ഉപേക്ഷിച്ചിട്ടില്ല. എന്തുകൊണ്ടാണ് യഥാ ജനകാദയ എന്ന് പറഞ്ഞത്? ജനകനെ പോലുള്ളവർ എന്ന് പറയാൻ കാരണം എന്താണ്? ഉപേക്ഷിക്കാതെ അതിൽ വിരാജിക്കുന്ന ആളുകളുണ്ട്. എത്രയോ ആൾക്കാരുണ്ട് വലിയ പദവികളിൽ ഇരിക്കുമ്പോഴും. നമ്മുടെ കാലത്ത് ജീവിച്ചു പോയിട്ടുള്ളവരൊക്കെ ഉണ്ടല്ലോ, നമുക്കടുത്ത് പരിചയപ്പെടാൻ നിങ്ങൾക്കൊക്കെ അവസരം കിട്ടിയിട്ടുള്ള പല ആൾക്കാരും ഉണ്ടാവും. നമുക്ക് നമ്മുടെ മുൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാം സാറിനെ കുറിച്ച് ഓർക്കുമ്പോൾ അടുത്ത് പരിചയപ്പെടാൻ പറ്റിയ, വളരെ അടുത്ത് പരിചയപ്പെടാനും ആ പരിചയം അദ്ദേഹത്തിൻ്റെ അവസാന കാലം വരെ സൂക്ഷിക്കാനും സാധിച്ചിട്ടുള്ളതാണ്. ഞങ്ങൾ ഒരുമിച്ച് ചെയ്യാൻ സാറ് അതിന് വേണ്ട എല്ലാ പ്രോത്സാഹനവുമൊക്കെ നമുക്ക് ഉറപ്പ് തന്നിട്ടുള്ള ഒരു പ്രോജക്റ്റ് തന്നെയുണ്ട്. നമ്മുടെ മനസ്സിലിപ്പോഴും ഉള്ളതൊക്കെ പൊടി തട്ടിയെടുക്കും. പക്ഷെ എപ്പോൾ അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോഴും സാറിനെ കുറിച്ച് ആലോചിക്കും. എന്താ, ആൾ ഈ പറഞ്ഞതുപോലെ ഞങ്ങൾ ആദ്യം കാണുന്നത്, ഞങ്ങൾക്ക് അവസരം തരുന്നത് ഒരു 15 മിനിറ്റ് എന്തോ സംസാരിക്കാനാണ്. 15 മിനിറ്റ് മാക്സിമം. ഞങ്ങൾ കുറേ പേരുണ്ടായിരുന്നു. സ്കൂൾ ഓഫ് ഭഗവത്ഗീതയുടെ ഉദ്ഘാടന സമയം. അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വൈസ് പ്രസിഡൻ്റായിരിക്കുമ്പോൾ അവിടെ പോയി കാണും. നമ്മൾ വേഗത്തിൽ കാര്യം പറഞ്ഞ്, നമ്മളൊരു പുസ്തകമുണ്ട്, ഗീതാ പുസ്തകമുണ്ട്, അതിൻ്റെ റിലീസും എല്ലാം കൂടിയൊക്കെ ആയിട്ടുള്ള ഇതാണ്. പക്ഷേ മൂപ്പര് ഗീതയിലേക്ക് കടന്ന് പിന്നെ ഈ 5 മിനിറ്റ് 10 മിനിറ്റിൻ്റെ ആള് വാചാലനായി അങ്ങനെ എല്ലാം മറന്നിട്ട് മൂപ്പര് സംസാരിക്കാൻ തുടങ്ങി. അപ്പം മറ്റുള്ളവർക്കൊക്കെ ഇങ്ങനെ ദൂരെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്, ഇതെന്താ ഇത് തീരാത്തത് എന്നുള്ള മട്ടിലായി. കാരണം ആൾ അതിലാണ് ഇങ്ങനെ. പിന്നെ ആശ്രമത്തിൽ വരുന്നുണ്ട്, ആശ്രമത്തിലേക്ക് പലരെ പറഞ്ഞു വിടുന്നുണ്ട്. ടെലിഫോണിൽ വിളിക്കാവുന്ന ഒരു ബന്ധം.
മറ്റു യാതൊരു എന്താ പറയുക അധികാരത്തിൻ്റെയോ പദവിയുടെയോ ഒന്നും ലെവലേശം സ്വാധീനിക്കാത്ത മനുഷ്യൻ, സർവസംഘ പരിത്യാഗിയ. നമ്മുടെ മുന്നിൽ ജീവിച്ചു പോയവരുണ്ട്. ഇത് വലിയ പൊസിഷൻ ഹോൾഡ് ചെയ്തവർക്ക് അത് സാധ്യമാണോ എന്ന് ചോദിച്ചാൽ സാധ്യമാണ്. അതിന് പറഞ്ഞതാണ് APJ. ഒരു രാഷ്ട്രത്തിൻ്റെ അധിപനായിരിക്കുമ്പോഴും എന്തൊക്കെ നല്ല കാര്യങ്ങൾ അദ്ദേഹം ഇടപെട്ടിരുന്നു. നമ്മുടെ സ്വതന്ത്ര ഇന്ത്യ കണ്ടിട്ടുള്ള ഏറ്റവും ഗംഭീരനായിട്ടുള്ള രാഷ്ട്രപതി, തർക്കമില്ലാത്ത കാര്യം. ചെറിയ കുട്ടികൾ മുതൽ വലിയവർ വരെ പറയും അത്. മൂപ്പര് ഏത് നേരം ഇതിലാണ്. മതങ്ങളുടെ മുഴുവൻ കാമ്പറിഞ്ഞ ആള്, അതിൽ ശരിയായ സ്പിരിറ്റ് ഉൾക്കൊണ്ട ആൾ, എല്ലാ ദർശനങ്ങളിലും അപാരമായ പ്രാവീണ്യം നേടിയിട്ടുള്ള മഹാത്മാവ്. നമ്മുടെ പിറവി മാഗസിന് പതിവായിട്ട് അദ്ദേഹത്തിൻ്റെ സെക്രട്ടറി ഉണ്ട്, പ്രസാദ്, മലയാളി. അപ്പോൾ പ്രസാദിൻ്റെ ഫോണിലാണ് നമ്മൾ വിളിക്കുക. അപ്പോൾ ചിലപ്പോൾ പ്രസാദിനറിയാം പ്രസാദിനെ വിളിക്കുന്നതല്ല എന്നുള്ളത്. അപ്പം അങ്ങനെ നേരിട്ട് പ്രസാദ് ഇങ്ങനെ കൊടുക്കുന്നുണ്ടാവും അദ്ദേഹത്തിന്. അങ്ങനെ ഇദ്ദേഹമാണ് സ്വാമിജി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വിളിയുണ്ട്, അങ്ങനെ വിളിക്കും. അപ്പം അങ്ങനെ ഭയങ്കര ഒരു ഹൃദയബന്ധം ഉണ്ടായിരുന്നു. നമുക്ക് മാത്രമല്ല, നമ്മുടെ കൂടെ ഉള്ളവരെയൊക്കെ. ഞങ്ങളത് കഴിഞ്ഞ് ഹിമാലയത്തിലേക്ക് പോയപ്പോൾ അവിടുന്ന് ഹരിദ്വാറിൽ വെച്ച് സാറ് ഫോൺ ചെയ്യുന്നുണ്ട്, പുസ്തകത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയാൻ വേണ്ടി. അപ്പം ഇവരൊക്കെ ഇങ്ങനെയുള്ള, എന്തിനാണ് നമ്മൾ വീണ്ടും വീണ്ടും പറയുന്നത്, വലിയ ഉത്തരവാദിത്തങ്ങളുള്ളവരാണ്. നമ്മൾ ആലോചിക്കുമ്പോൾ നമുക്കൊരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത, പക്ഷേ അവർ വ്യാപരിക്കുന്ന അവരുടെ ഒരു ഇതുണ്ട്. അതിപ്പോൾ ഈ സ്പിരിച്വാലിറ്റിയോടുള്ള താല്പര്യം മറ്റേതിലൊന്നും ഉത്തരവാദിത്വം ഇല്ല എന്നല്ല, ഏറ്റവും നല്ല ഉത്തരവാദിത്തമുള്ള ഒരാളായിരുന്നു എല്ലാ കാര്യത്തിലും. ഇതിലൊന്നും തൊടാതെ ചേമ്പില പോലെ ജീവിച്ച മനുഷ്യൻ. അപ്പോൾ ബാഹ്യമായി നമ്മുടെ ചുറ്റുവട്ടത്ത് എന്ത് പ്ലസ് ആകട്ടെ മൈനസ് ആകട്ടെ, ഇപ്പം ചിലർ പറയാറുണ്ട് കളവ് ഇത്യാദികളൊക്കെ നടക്കുന്നത്, പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്. നമ്മളിങ്ങനെ വീട്ടിലൊന്നും അങ്ങനെയൊന്നും തുറന്നിങ്ങനെ വെക്കാൻ പാടില്ല. എത്രയോ പേരുണ്ട് ജോലിക്ക് വരുന്നവർക്കൊക്കെ നമ്മളിങ്ങനെ പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കാശും ഇതുപോലെ ആഭരണങ്ങളും ഒക്കെ അഴിച്ചിങ്ങനെ വെക്കുന്നത് അവിടെ ഇവിടെയൊക്കെ. അത് കാണുമ്പോൾ അവർക്ക് എടുക്കാൻ തോന്നും. അതൊക്കെ നിങ്ങളുടെ തോന്നലാണത്. അങ്ങനെ തോന്നുന്നവർക്ക് ഇങ്ങനെ എവിടെയെങ്കിലുമൊക്കെ കണ്ടാൽ പോക്കറ്റിലാക്കി വരുന്നവരുണ്ടാവും. അവരങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല. നിങ്ങൾ അവിടെ ഇവിടെ ഇടുമ്പം അവർ പറയും, ദേ നോക്കൂ ചേച്ചി ഇതിങ്ങനെ അങ്ങോട്ട്. അവർക്കൊരു പേടിയാണ്. കാരണം ഇത് എങ്ങനെയെങ്കിലും അവിടുന്ന് ഇവിടുന്ന് എങ്ങനെയെങ്കിലും വേറെ ആരെങ്കിലും വന്നിട്ടോ എന്തെങ്കിലും പോയി കഴിഞ്ഞാൽ എൻ്റെ തലയിലാകുമോ എന്നുള്ളത്. അതുകൊണ്ട് അവർ ഓർമ്മിപ്പിക്കും. അവർക്ക് പേടിയാണ്, പലർക്കും അങ്ങനെയുണ്ട്. അപ്പം ഇവരുടെ സമ്മേളനത്തിൽ നമ്മളൊക്കെ കേട്ടിട്ടുണ്ട് ഇത് കുറേ. ഇവർ 4 പേര് കൂടിയിരിക്കുമ്പോൾ പറയാറില്ല, നമ്മളാണ് ഇവർക്കിങ്ങനെ ഒരു പ്രവണത ഉണ്ടാക്കി കൊടുക്കുന്നത്. അങ്ങനെയൊന്നുമില്ല. അങ്ങനെയായാൽ ഈ ഉത്സവപ്പറമ്പിലും അവിടെ ഇവിടെയൊക്കെ ഉണ്ടല്ലോ, കറണ്ട് പോയ ഉടനെ പലരുടെ കഴുത്തു നിന്നൊക്കെ മാല പൊട്ടിച്ചു പോയി എന്നൊക്കെ കാണുന്നത്. അപ്പോൾ ഈ കറണ്ട് പോയാൽ എല്ലാവർക്കും അങ്ങനെ തോന്നണ്ടേ? അല്ല ഈ ബൈക്കിൽ ഇങ്ങനെ പോകുന്ന ഒരുത്തന് ഒരു സ്ത്രീയുടെ കഴുത്തിലിരിക്കുന്നത് പൊട്ടിച്ച് ഓടണമെന്ന് എല്ലാവർക്കും തോന്നണ്ടേ? അതങ്ങനെയല്ല. അത് ഉള്ളിൽ നിശ്ചയിച്ച് ഉറപ്പിച്ചിട്ടുണ്ട്. ഇതാ കറണ്ട് ഇങ്ങനെ പോവാൻ എങ്ങനെ ഒരു പാകത്തിനൊരു സമയവും സന്ദർഭവും കിട്ടി അപ്പം അടിച്ചു മാറ്റണം എന്നുള്ളത് അവൻ്റെ ഉള്ളിലാണുള്ളത്. അല്ലാതെ ബാഹ്യമായ അന്തരീക്ഷത്തിൽ നിന്നല്ല ഒരു കുറ്റവാളി ഉണ്ടാവുന്നത്, ഒരു പ്രവണത ഉണ്ടാവുന്നത്. അവൻ്റെ ഉള്ളിലുള്ള ധ്യാനത്തിൻ്റെ കുഴപ്പമാണ്. അവിടുന്ന് ഇതിനെ പുറന്തള്ളിയിട്ടില്ലെങ്കിൽ ഇത് വലിയ പ്രശ്നമാണ്.
ഇത് സാഹചര്യം കിട്ടിയാലും കിട്ടിയിട്ടില്ലെങ്കിലും സാഹചര്യത്തിന് ഉണ്ടാക്കും. അതൊന്നും ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. അതുകൊണ്ട് ഭഗവാൻ പറയുന്നു, ഈ ബാഹ്യമായ ഉപേക്ഷ ഉണ്ടല്ലോ മോനെ അർജുന, അതുകൊണ്ട് അസന്യസ്ത സങ്കല്പ, സങ്കല്പങ്ങളെ ഉപേക്ഷിക്കാതെ ഒരുവൻ, കശ്ചന, ഒരിക്കലും ഒരുത്തനും, യോഗി ന ഭവതി സന്യാസി ന ഭവതി, സന്യാസിയുമാകാൻ പോകുന്നില്ല, യോഗിയുമാകാൻ പോകുന്നില്ല. തുടർന്ന് ഭഗവാൻ അതിന് നമുക്ക് വേണ്ടത് എന്താണ്, എന്തു വേണം, ഒരു പരിചയമായി അതിലേക്ക്, അതിൻ്റെ ഒരു ആദ്യപടി എന്ന നിലയിൽ എന്താണ് നമുക്ക് വേണ്ടത് എന്നതിനെ അർജുന നിനക്ക് ഞാൻ നാളെ പറഞ്ഞു തരാം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.